നമസ്കാരം. അഗോര വിഷൻ ചാനലിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് അമർത്തണം. ഞാനിവിടെ വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ ഉടനെ തന്നെ നിങ്ങളുടെ മൊബൈലിൽ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ചുള്ള വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. നിങ്ങളുടെ ജീവിതത്തിൽ ഞാൻ ഇനി പറയാൻ പോകുന്ന ചില ലക്ഷണങ്ങൾ കാണുന്നുണ്ടോ എന്ന് ശ്രദ്ധിക്കുക. അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശുഭമായ പലതും നടക്കാൻ പോകുന്നു. അതായത് നല്ല കാലം വരാൻ പോകുന്നതിന്റെ മുന്നോടിയായിട്ട് ചില ലക്ഷണങ്ങൾ വരുമെന്നാണ് പറയുന്നത്. അതെന്തൊക്കെയാണ് ലക്ഷണം, എങ്ങനെയാണത് വരുന്നത്, എവിടെ വെച്ചാണ് വരുന്നത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ജീവിതത്തിൽ എല്ലാവർക്കും നല്ല സമയവും മോശമായ സമയവും ഉണ്ട്. ഇതിനെല്ലാം മുന്നോടിയായി ചില ലക്ഷണങ്ങൾ നമ്മിലേക്ക് വന്നു ചേരാറുണ്ട്. നല്ല കാലം വരുന്നതിന്റെ ലക്ഷണം ക്ഷേത്രത്തിൽ വഴിപാട് സമർപ്പിക്കുമ്പോൾ, അതല്ലെങ്കിൽ തിരുമേനി പ്രസാദം തരുമ്പോൾ തിരുനടയിൽ ഒരു പൂവ് താഴെ വീണ് കഴിഞ്ഞാൽ അത് ഒരു ശുഭലക്ഷണമായിട്ട് കാണാം, അല്ലെങ്കിൽ നല്ല കാലം വരുന്നതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം. ഉറപ്പിച്ചോളൂ, ഈ സ്വയമേ വീഴുന്ന പൂവ് നിങ്ങളുടെ ജീവിതം മാറി മറയും എന്ന് തന്നെയാണ്. ക്ഷേത്രവശത്തിലെത്തുമ്പോൾ മണിയടി കേൾക്കുന്നത് ഒരു ശുഭസൂചനയാണ്. ജീവിതത്തിൽ നല്ല കാലം വരുന്നതിന്റെ ഒരു ലക്ഷണമാണ് മണിയടി. അത് കേട്ടാലും നിങ്ങളുടെ ജീവിതത്തിൽ പുരോഗതിയും ഐശ്വര്യവും സമ്പത്തും വരാൻ സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. എല്ലാ കാര്യത്തിലും ഒരു പുരോഗതി ജീവിതത്തിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എന്നുള്ളതാണ് മണിയടി കേൾക്കുന്ന ശബ്ദം. ക്ഷേത്രനടയിൽ ശുഭസൂചനയുള്ള വാക്കുകൾ കേൾക്കുന്നത് ഏറ്റവും നല്ലതാണ്. അതായത് നല്ല വാക്കുകൾ ആരെയും ക്ഷേത്രത്തിൽ പറയുന്നുണ്ടെങ്കിൽ അതും ഒരു നല്ല കാലമായിട്ട് എടുക്കാം, നല്ല ശുഭസൂചനയായിട്ട് എടുക്കാം. നമുക്ക് നല്ല കാലം വരാൻ പോകുന്നതിന്റെ ലക്ഷണമായിട്ട് എടുക്കാവുന്ന ഒരു കാര്യമാണ്. ഇനി ഇത്രയും നല്ല കാര്യത്തിന്റെ ലക്ഷണങ്ങൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി അശുഭമായി വരുന്ന കാര്യങ്ങൾ എന്താണെന്ന് നോക്കാം. ക്ഷേത്ര ദർശനത്തിന് നമ്മൾ പുറപ്പെടുമ്പോൾ അത് പല കാരണത്താൽ മുടങ്ങുന്നത് അശുഭമായി കാണണം. കാരണം നമ്മുടെ സമയദോഷത്തിന്റെ കാരണം കൊണ്ടോ മോശമായ സമയം കൊണ്ടോ നമുക്ക് ക്ഷേത്രത്തിൽ പോവാൻ കഴിയാതെ വരിക. ഇനി പോവാൻ കഴിഞ്ഞാൽ തന്നെ മടി തോന്നുക, നാളെ പോവാ, മറ്റന്നാൾ പോവാ, അന്ന് ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോവുക. ഇങ്ങനെ തോന്നുമ്പോൾ ഒരിക്കലും ക്ഷേത്രദർശനം മുടക്കരുത്. കർക്കശമായിട്ട് നിങ്ങൾ ക്ഷേത്രദർശനം നടത്തേണ്ടതാണ്. അല്ലെങ്കിൽ നമ്മുടെ പല കാരണങ്ങളും മുടങ്ങി കാഠിന്യം കൂടാൻ സാധ്യത കൂടുതലാണ് എന്നറിയുക. അതുപോലെ തന്നെ ക്ഷേത്രദർശനം ചെയ്യാൻ തോന്നില്ലെന്ന് അറിയുക. അതേപോലെ തന്നെ ഒരു കാരണവശാലും ക്ഷേത്രദർശനം മുടക്കാതിരിക്കുക എന്ന് പറഞ്ഞു, തീരെ മുടക്കരുത് എന്നുള്ളതാണ്. അതുപോലെ നമ്മുടെ സമയം, നമ്മൾ വാച്ചിൽ സമയം നോക്കുമ്പോഴോ ക്ലോക്കിൽ സമയം നോക്കുമ്പോഴോ ഒരേപോലെ സമയം കാണുക. അതായത് ഉദാഹരണത്തിന് 4 മണി 4 മിനിറ്റ്, 8 മണി 8 മിനിറ്റ്, 11 മണി 11 മിനിറ്റ്, ഇങ്ങനെ കാണുന്നതും അശുഭമായ ലക്ഷണമാണ്. ഇങ്ങനെ കണ്ടാലും നമ്മുടെ കഷ്ടകാലം തുടങ്ങിയതിന്റെ ലക്ഷണമായിട്ട് നമുക്ക് എടുക്കാം എന്നുള്ളതാണ്. അതുപോലെ തന്നെ നമ്മുടെ ദോഷ സമയത്തിന്റെ സൂചനയായിട്ട് കാണുന്നതാണ് നമ്മുടെ കാല് നടന്നു പോകുമ്പോൾ എവിടെയും വെച്ച് കുത്തുക, മുട്ടുക, നമ്മൾ വീഴുക, ഇതൊക്കെ അശുഭമായിട്ട് എടുക്കണം. അതുപോലെ തന്നെ നമ്മുടെ മുഖത്ത് കരിമംഗലം വീഴുന്നതും നല്ലതല്ല. അത് ദോഷമായ ഒരു സമയത്തിന്റെ ലക്ഷണമാണ് കരിമംഗലം വീഴുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത് ഈ ദോഷകാഠിന്യം കുറയ്ക്കാൻ സഹായിക്കും. അതുപോലെ തന്നെ വിഷ്ണു ക്ഷേത്ര ദർശനം നടത്തി നെയ്വിളക്ക് കത്തിക്കുന്നതും ഭഗവാനെ നന്നായി പ്രാർത്ഥിക്കുന്നതും ഈ ദോഷകാഠിന്യം കുറയ്ക്കാൻ നിങ്ങളെ സഹായിക്കുന്നതായിരിക്കും. ഇതിന് പരിഹാരമായിട്ട് ഓം നമോ നാരായണായ ജപിക്കുന്നതും നെയ്വിളക്ക് കത്തിക്കാൻ പറഞ്ഞു, അത് വ്യാഴാഴ്ച തോറും കത്തിക്കുന്നതും ഏറ്റവും ശുഭമാണ്. ഈ ദോഷകാഠിന്യം കുറഞ്ഞ് ജീവിതം മാറുമെന്ന് ഉറപ്പ് തന്നെയാണ്. സർവൈശ്വര്യങ്ങളും നേടി ജീവിതം മാറുമെന്ന് ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെയാണ് നമ്മൾ ആവശ്യമില്ലാത്തതിന്റെ പിന്നാലെ പോകുന്നത് ദോഷമാണ്. കാരണം ദോഷകാഠിന്യമാണ് ഉണ്ടാക്കുന്നത്. അത് ആവശ്യമില്ലാത്ത ഒരു കാര്യത്തിന്റെ പിന്നാലെ പോയി വയ്യാവേലി വലിച്ച് സ്വന്തം വടി കൊടുത്ത് അടി മേടിക്കുന്ന അവസ്ഥ ഉണ്ടാക്കുന്നതും നമുക്ക് ദോഷമാണ്. ഇത്തരം കാര്യങ്ങളുടെ പിറകെ പോകാതിരിക്കുക.
ഇന്നത്തെ വീഡിയോ ഇത്രയും പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. ഈ ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ചാനൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ താല്പര്യപ്പെടുന്നു. നിങ്ങളുടെ ഈ വീഡിയോയെ കുറിച്ച് വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക. പുതിയൊരു വീഡിയോയിൽ പുതിയൊരു അറിവുമായി കാണുന്നവരെ നിങ്ങൾക്ക് ഏവർക്കും നന്ദി, നമസ്കാരം.